നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ 1 GB 1.5 GB 2 GB ഒക്കെ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്, രാത്രി ഓഫ് ചെയ്യാതെ കിടന്നുറങ്ങിയ രാവിലെ എണീക്കുമ്പോൾ നെറ്റ് തീർന്നു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് സൂക്ഷിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഡാറ്റ യൂസേജ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എന്നുള്ളൊരു ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാവും, ഇതുപോലെ ഡാറ്റ യൂസേജ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് കാണും. ഇവിടെ ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. രണ്ടാമത്തെ ഡാറ്റ സേവിങ് എന്നുള്ള ഓപ്ഷനും കാണും. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് സിം കാർഡിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെന്ന് മുകളിൽ കാണാം. സിം 1 സിം 2 എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റ് സിം കാർഡ് നമ്മൾ ഏത് സിമ്മിലൂടെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിം കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്നുള്ള ഈ സെറ്റിങ്സ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ കാണും. ഒന്നാമത്തെ കാൽക്കുലേറ്റ് ഡാറ്റ യൂസേജ് ഫ്രം എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു മാസത്തിൽ ഏത് ദിവസം മുതലാണ് നമ്മുടെ ഇൻ്റർനെറ്റ് റീചാർജ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 1-ാം തീയതിയാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡേ 1 എന്ന് കാണാം ഇവിടെ. രണ്ടാമത്തെ ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ദിവസം എത്ര ഡാറ്റ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1.5 GB ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ 1 GB ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ഇവിടെ ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്നുള്ള ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എത്ര MB ആണോ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ MB ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ GB കിട്ടും. എത്ര GB ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 1 GB ആണ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി MB ആണെങ്കിൽ 500 MB 100 MB എത്രയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ അലേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു GB തീരുന്ന സമയത്ത് നമ്മൾ 1.5 GBക്കാണ് ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്തെങ്കിൽ നമ്മൾ 1 GB ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അലേർട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻഡ് അലേർട്ട് ഓൺലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ സെൻഡ് അലേർട്ട് ആൻഡ് ടേൺ ഓഫ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. നമ്മളിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അലേർട്ട് വരികയും മാത്രമല്ല നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ആയത് ഓഫ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ 1.5 GB ഒക്കെ ഉപയോഗിക്കുമ്പോൾ 1 GB കഴിഞ്ഞാൽ നെറ്റ് ഓഫായി പോകുക. നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന സമയത്ത് ലിമിറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഇടയ്ക്ക് ഇതുപോലെ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് അത്രയും MB തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലിൻ്റെ ഡാറ്റ ഓഫാകും. വീണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ 3-ാമത്തെ ഓപ്ഷൻ മന്ത്ലി ഡാറ്റ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. നമുക്കൊരു മാസം എത്ര GB ഉപയോഗിക്കണം, ഇതുപോലെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ എത്രയാണ് വേണ്ടതെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആദ്യം ഇത് എനേബിൾ ചെയ്യുക. എത്ര GB ആണ്, ഇപ്പോൾ 5 GB ആണ് ഒരു മാസം ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവസാനം ഡാറ്റ വാണിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡാറ്റ തീരാനാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഡാറ്റ വാണിംഗ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം മുകളിൽ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരാം. ഇവിടെ ഡാറ്റ സേവിംഗ് എന്നുള്ള 2-ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡാറ്റ സേവിംഗ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നം നമുക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത്യാവശ്യമായിട്ടുള്ള ഡാറ്റ തീർന്നു പോകുന്നതിന് പരിഹാരമായിട്ടുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.